ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെറൈറ്റി ഹലുവയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വളരെ സോഫ്റ്റും മധുരവുമുള്ള ഈ ഹലുവ തയ്യാറാക്കുന്നത് നമ്മൾ ദിവസവും വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം ഉപയോഗിച്ചാണ്. ഫുഡ് കളറൊന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അധികം നെയ്യോ എണ്ണയോ ചേർക്കുന്നില്ല, അധികം ഇൻഗ്രീഡിയൻസും ഉപയോഗിക്കാതെയാണ് ഞാനിത് നിങ്ങൾക്കുണ്ടാക്കി കാണിക്കുന്നത്. ഹെൽത്തിയായ ഈ ഹലുവയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി 5 ഗ്ലാസ് കുറുകിയ കഞ്ഞിവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ചമ്പാവരിയുടെ കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തത്. ഏതരിയുടെ കഞ്ഞിവെള്ളവും നമുക്കിതിന് ഉപയോഗിക്കാം. ഇനി ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി തിളപ്പിക്കാം. ഇനി ഒരു ബീറ്റ്റൂട്ട് എടുക്കുക. അതിൻ്റെ പകുതി ഇതുപോലെ കട്ടി കുറച്ച് സ്ലൈസായി കട്ട് ചെയ്തെടുത്ത് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഫുഡ് കളർ ചേർക്കാതെ ബീറ്റ്റൂട്ടിൻ്റെ കളറാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. നന്നായി തിളച്ച് ബീറ്റ്റൂട്ടിൻ്റെ കളറെല്ലാം ഇളകി മിക്സായിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ്റൂട്ടിൻ്റെ പീസുകൾ ഇതിൽ നിന്നും കോരിയെടുത്ത് മാറ്റാം. ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായി തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 10 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. മധുരം കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു ചെറിയ ജാറിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3 ഏലക്കയും ചേർത്ത് നന്നായി പൊടിച്ചെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഈ സമയം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി ഒരു ബൗളിൻ്റെ 3/4 ഭാഗം വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കോൺഫ്ലവർ ആഡ് ചെയ്തതിന് ശേഷം കൈ അടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ചെറുതായി കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഒരു തവി നിറയെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണയോ നെയ്യോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാൻ നെയ്യാണ് ചേർക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ വെള്ളം വറ്റി കുറച്ചുകൂടെ കുറുകിയിട്ടുണ്ട്. ഈ സമയം കുറച്ചുകൂടി നെയ്യ് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ടീസ്പൂൺ വളരെ ചെറിയ സ്പൂണാണ്. ഇപ്പോൾ നമ്മുടെ ഹലുവ നന്നായി കുറുകി പകുതിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 15 നട്ട്സ് ചെറുതായി പൊട്ടിച്ചെടുത്തത് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ ഹലുവ ഏകദേശം ആയിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നതാണ് അതിൻ്റെ പരുവം. ഇപ്പോൾ പാനിൽ നിന്ന് നന്നായി ഇതുപോലെ വിട്ട് വരുന്നുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ ഹലുവ റെഡിയായി കഴിഞ്ഞു. ഇനി ഒരു ഗ്ലാസ് ട്രേയിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുത്ത് മുകൾ ഭാഗം ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കാം. നന്നായി തണുത്ത് സെറ്റായതിന് ശേഷം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ എന്നും വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഒരു സൂപ്പർ ഹലുവയാണ് ഇന്നുണ്ടാക്കിയത്. നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ. വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഈ ഹലുവയുടെ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായോ? നോക്കൂ, നല്ല സോഫ്റ്റ് ഹലുവയാണ്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതാണ്. അതുവരെ ഗുഡ് ബൈ.